ശങ്കരേട്ടോ, ദിവസേനയിൽ ഈ ചായ കുടിയൊന്നും ഇനി നടക്കും തോന്നുന്നില്ല. എന്താ സാറേ, വയറ്റിലെന്തും കുഴപ്പമുണ്ടാ? കുഴപ്പം വയറ്റിനല്ലേ ശങ്കരേട്ടാ, നാട്ടിനല്ലേ. മൊത്തം പ്രതിസന്ധി അല്ലേ. സാറന്മാർക്കല്ല എന്തിപ്പോ ഇത്ര വലിയ പ്രതിസന്ധി? എന്തിനാ ശമ്പളം കിട്ടുമോന്ന് ഉറപ്പില്ല, കിട്ടേണ്ട ആനുകൂല്യാണെങ്കിൽ എല്ലാം വെള്ളത്തിലും. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പ്രകാശ് സാറേ. ഈടെ പിന്നെ ചിലർക്ക് എന്ത് കിട്ടിയാലും അതിന് മധുരം തന്നെ. മധുരം തന്നെയാ സാറേ. ശമ്പളം ആനുകൂല്യം മുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരെ മനസ്സിലാ കയ്പ്. അതിനിപ്പോ ഇവിടെ ആർക്ക് ശമ്പളം മുടങ്ങിനി? ശമ്പളം മുടങ്ങണമെന്നും പെൻഷൻ കൊടുക്കരുതെന്നും നാടിന്റെ വികസനം മൊത്തം മുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ഉണ്ട് ശങ്കരേട്ട നമ്മളെ നാട്ടില്. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്ന കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കാൻ ഇവരുടെ നാവ് പൊങ്ങില്ല. പ്രതിസന്ധിക്കിടയിലും ചേർത്തു പിടിക്കുന്നവരെ കുറ്റം പറയാൻ 1000 നാവാണ്. ഓ തുടങ്ങി. എന്തെന്ന് പറഞ്ഞാലും ഒരു കേന്ദ്രം ഒന്ന് നിർത്തണ്ട സാറേ. അങ്ങനെ പറയല്ലേ എന്റെ പ്രകാശ് സാറേ. സുപ്രീം കോടതി വരെ പറഞ്ഞല്ലേ കേരളത്തിന് പൈസ കൊടുക്കണമെന്ന്. ശങ്കരേട്ടാ, അവർക്കെല്ലാം അറിയാന്ന് ഇവിടെ ശമ്പളം മുടങ്ങൂലാന്നും ആനുകൂല്യങ്ങളൊന്നും തടയൂലാന്നും. ഇവിടുത്തെ ജനങ്ങളെയും ജീവനക്കാരെയും ഒന്നിച്ചാണ് നമ്മളെ സർക്കാരെന്നും അവർക്കറിയാം. അത് ശരിയാണ്. 1 മാസം പെൻഷൻ എനിക്കും എൻ്റെ ഓക്കും ഇനി അത് കിട്ടി. ഇനി 2 മാസത്തത് ഈ വിഷുവിന് തരാൻ പോന്നു. പറഞ്ഞ പോലെ ചെയ്യുന്നത് നമ്മുടെ സർക്കാർ. പിന്നെ പ്രകാശ് സാറേ, നിങ്ങൊന്നിനും ബേജാറാവണ്ട. നിങ്ങളെ കാര്യം ഒന്നും മുടങ്ങൂല. പിന്നെ ചായ കൂടി നിർത്തണ്ടായിട്ടുള്ള